ബജിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മിക്സിയിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്യുക. ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊരു ചമ്മന്തി പരുവത്തിൽ ഒന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബജ്ജി കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കണം. ഞാനിതിപ്പോൾ കടലമാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പും 1-2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയായിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല കട്ടിയിലങ്ങ് കലക്കിയെടുക്കുക. ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കടലമാവിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗം ഒന്ന് പിളർന്ന് കൊടുത്തിട്ട് പിന്നെ ഈ അകത്ത് കാണുന്ന ഈ ഒരു വെള്ള കളറുള്ള പിന്നെ ഈ സീഡില്ലേ അത് നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചമ്മന്തി നിറച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ എല്ലാ മുളകും ചെയ്തെടുക്കണം. അതിൻ്റെ ആ വെള്ള ഭാഗം റിമൂവ് ചെയ്തതിന് ശേഷം ചമ്മന്തി നിറച്ച് കൊടുക്കുക. ഒരുപാടൊന്നും നിറച്ച് കൊടുക്കണ്ട. 1-2 ടീസ്പൂൺ ചമ്മന്തി മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കുറച്ചങ്ങ് നിറച്ച് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാത്തിനെയും നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കടലമാവിൽ ഈ ഓരോ മുളകായിട്ട് ഡിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ മുളകൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം ഓയിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കുക്കായി കിട്ടും. ഒരു മീഡിയത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം നല്ല ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഈ ഒരു മുളക് ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി 2 എണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. മുളകിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കാണുമ്പം ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്